ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ കൊട്ടിയൂർ അമ്പലത്തിൽ തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ മണത്തണം വന്ന് നിന്നപ്പം കെ എസ് ആർ ടി സി ആട്ടോ കിട്ടിയത്. മിന്നു ഇതുവരെ കെ എസ് ആർ ടി സിയിൽ ഫ്രീ ആയി സഞ്ചരിച്ചിട്ടില്ല. ബസ്സിൽ കുറച്ച് തിരക്കായിരുന്നു. കുറച്ച് പെണ്ണുങ്ങളൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി, ഫ്രീ ടിക്കറ്റ്, 0 ടിക്കറ്റ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പം ഇവനെ കണ്ടു. ഇവൻ അക്കരെ അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു പട്ടിയായിരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ കിട്ടി ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയപ്പം വിജനമായ കൊട്ടിയൂരിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആളും ആരവങ്ങളും അടങ്ങിയ കൊട്ടിയൂർ ഇതാണ്. കഴിഞ്ഞ ഒരു മാസം ഇവിടെ വന്നു പോയ ജനങ്ങൾ എത്രയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വേസ്റ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ശാന്തമാണ്. പുഴയും എല്ലാം ഗേറ്റെല്ലാം അടച്ചു കേട്ടോ. അപ്പോൾ ഇത് കൊട്ടിയൂരുള്ള വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ 2 ചാരുബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സാധാരണ ഞങ്ങൾ കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അതുപോലെ ഇന്നും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ കച്ചവടക്കാരൊക്കെ എല്ലാ സാധനങ്ങളും എല്ലാം തിരിച്ച് കയറ്റി പോവുകയാണ്. ഇതാ തൊണ്ടക്കുഴലെല്ലാം കുറേ ബാക്കിയുണ്ട്. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഞങ്ങൾ തിരിച്ചും കെ എസ് ആർ ടി സിക്ക് തന്നെയാണ്. ഇരിട്ടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇരിട്ടി പോയി അവിടുത്തെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കെ എസ് ആർ ടി സിക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഫുൾ ടൈം കെ എസ് ആർ ടി സിയിലായിരുന്നു യാത്ര. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.